പൈപ്പ് ലൈൻ പൊളിച്ച് അവിടെയാണ് ഇതാണ് ട്രാക്കിൻ്റെ സൈഡിലാണ് കണ്ടത്. നമ്മൾ ഇന്ന് രാവിലെ നമ്മൾ ചെന്നു അവിടെ നിന്ന് പരിശോധിച്ചപ്പോൾ അവിടെ ചെറിയൊരു ഗ്യാപ്പ് അവിടെ നമ്മൾ അവിടെ വെച്ച് നോക്കിയപ്പോൾ നേരെ വീഴുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോടാലി കടമ്പോടുള്ള കാവുങ്ങൽ വീട്ടിൽ സിജോ ജോൺസി ദമ്പതികളുടെ ഇളയ മകൻ മരണപ്പെട്ട പാമ്പ് കടിയേറ്റ് മരണപ്പെട്ട കാവുങ്ങൽ വീടിൻ്റെ മുന്നിലാണ്. ഇന്നലെ മാത്രം 2 പാമ്പുകളെയാണ് ഈ കുട്ടികളെ കടിച്ച അതേ മുറിയിൽ നിന്ന് കിട്ടിയത്. ഈ മുറി എന്ന് പറയുന്നത് നമ്മൾ ഈ വീടിൻ്റെ അകത്തേക്ക് കയറി ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു മുറിയാണ്. ആ മുറിയുടെ ഉള്ളിൽ ബാത്ത് അറ്റാച്ചറാണ്. ആ ബാത്റൂമിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ഹോൾ രൂപാന്തരപ്പെട്ടിരിക്കുകയാണ്. അതിപ്പോൾ ഫോറസ്റ്റ് ടീമും ഇവിടെയുള്ള നാട്ടുകാരും ചേർന്ന് ആ ഹോൾ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഹോൾ ഏകദേശം അടിയിലേക്ക് നന്നായിട്ടുണ്ട്. അത് തൊട്ട് പുറത്തേക്ക് പൈപ്പ് പ്ലംബിങ്ങിൻ്റെ പൈപ്പ് കണക്ട് ചെയ്തിരിക്കുന്ന ഭാഗത്തും ഒരു വലിയ കുഴിയുള്ളതായിട്ടാണ് ഇപ്പോൾ അത് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നവർ പറയുന്നത്. ഇവിടെ അരമണിക്കൂറായിട്ട് കറണ്ടില്ല, ഇലക്ട്രിസിറ്റി അരമണിക്കൂർ കഴിഞ്ഞിട്ടേ വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ ഡ്രില്ലർ ഉപയോഗിച്ച് ഇത് ടൈൽ ഉൾപ്പെടെയുള്ള അതുപോലെ പുറത്ത് കരിങ്കൽ ഉൾപ്പെടെ കട്ട് ചെയ്ത് ഉള്ളിലേക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നലെ 5ാമത്തെ പാമ്പിനെയാണ് ഈ കുട്ടിക്ക് കടിയേറ്റ റൂമിനുള്ളിൽ തന്നെ കണ്ടെത്തിയത്. നമുക്കറിയാം ഈ പ്രദേശം എന്ന് പറയുന്നത്, ഈ വീടിരിക്കുന്ന ചുറ്റും പ്രദേശം എന്ന് പറയുന്നത് ഒരു പതുപതുത്ത മണ്ണ് ഉള്ള ഒരു സ്ഥലമാണ്. പൊത്തുകളും മറ്റ് സംഗതികളൊക്കെ എൻ്റെ സൈഡുകളിലുണ്ട്. ഒരുപക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ ബാത്റൂമിൻ്റെ പുറത്തുള്ള ഈ പൊത്തിലൂടെ ഉള്ളിലേക്ക് കയറിയതായിരിക്കാനാണ് സാധ്യത. ഉള്ളിലെ ടൈൽ പൊട്ടിക്കേട്ടുന്നുണ്ട്. ഇപ്പോൾ അതിൽ ഫോറസ്റ്റ് സർപ്പ ടീം വന്ന് ഇവിടെ സെർച്ച് നടത്തുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഈ ടോയ്ലറ്റിൻ്റെ അകത്തേക്ക് ഒരു വലിയ ഹോള് അത് പൊളിച്ച് വന്നപ്പോഴാണ് താഴത്തേക്ക് നല്ല താഴ്ചയുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഹോൾ പുറത്തേക്കാണ് പോയിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് കണ്ടെത്താനായിട്ടുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നാട്ടുകാരുണ്ട്, വാർഡ് മെമ്പറുണ്ട്, അതുപോലെ തന്നെ ടീം സർപ്പ, ഫോറസ്റ്റ് സ്ക്വാഡ്, പോലീസ് തുടങ്ങിയ സംവിധാനങ്ങളെല്ലാം തന്നെ ഇവിടെയുണ്ട്.